ജ്യോതികുമാർ ചാമക്കാല നമ്മൾ ആ ചർച്ച രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മണ്ഡലവും കൂടി ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. നേരത്തെ നൗഷാദ് വെല്ലുവിളിച്ചിരിക്കുന്നു, തൊട്ട് കാണിക്കാവുന്ന വികസന പദ്ധതികളുണ്ട് മുകേഷിന്, നിങ്ങൾക്കുണ്ടോ പറയാൻ ചില അരിഞ്ഞുപോയ പ്രസ്താവനകളല്ലാതെ എന്ന്? അരുൺകുമാറേ, എനിക്കിതിന് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇവർ രണ്ടുപേരും പറഞ്ഞതിന് മറുപടി പറയാനുള്ള അവസരം തന്നാൽ മതി. ഇവിടെ ശ്രീ നൗഷാദ് പറഞ്ഞത് കൊല്ലത്തിന്റെ എം പിയെ സംബന്ധിച്ച് പ്രസംഗവും പ്രസ്താവനയും മാത്രമേ ഉള്ളതാണ്. ഒരു എം പിയെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കുന്നത് മുണ്ട് മടക്കി കുത്തി നിയമസഭയിൽ സ്പീക്കറുടെ ചേംബർ അടിച്ചു തീർക്കുന്ന പോലെ അവിടെ സ്പീക്കറുടെ ഡയസ് അടിച്ചു തീർക്കാനല്ല. അവിടെ ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഏതൊക്കെ റൂളും ചട്ടവും അനുസരിച്ച് പ്രവർത്തിക്കണോ അതനുസരിച്ച് പ്രവർത്തിക്കാനും പിന്നെ പ്രധാനമന്ത്രിയുടെ ഉച്ചഭക്ഷണം കഴിക്കാൻ. അല്ലെ, അതിലേക്ക് വരാം. പ്രധാനമന്ത്രിയുടെ ഉച്ചഭക്ഷണം മാത്രമല്ല, നിതിൻ ഗഡ്കരിയെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന മുഖ്യമന്ത്രിമാർ നമുക്കുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ പ്രസംഗവും പ്രസ്താവനയും മാത്രമല്ല, ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചത് ശ്രീ പ്രേമേന്ദ്രൻ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 743 തവണയാണ്. അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തത് 567 തവണയാണ്. അദ്ദേഹം സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചത് 25 തവണയാണ്. ഏറ്റവും കൂടുതൽ 25 തവണയാണ്. താങ്കൾ സമ്മതിച്ചല്ലോ. ഈ ഓർഡിനൻസുകൾ എതിർത്തത് 76 തവണയാണ്. അദ്ദേഹം ബില്ല് അവതരണത്തെ എതിർത്തത് 32 തവണയാണ്. അദ്ദേഹം ഭേദഗതി നിർദ്ദേശിച്ചത് 2679 തവണയാണ്. അങ്ങനെ 4122 തവണ അദ്ദേഹം പാർലമെന്റിൽ ഇടപെട്ടിട്ടുണ്ട്. അതേ എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വീഴ്ചയായിട്ട് നൗഷാദിന് തോന്നുന്നെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഒന്ന് തിരിച്ച് ഞാൻ ചോദിക്കുന്നു, ശ്രീ മുകേഷ് കഴിഞ്ഞ 7.5 വർഷം 8 വർഷം പാർലമെന്റിൽ ഇതുപോലെ ഒരു സ്റ്റാറ്റിക്സ് ഞങ്ങളുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കാമോ? നിയമസഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലിനെ സംബന്ധിച്ച് ഇതേപോലെ സ്റ്റാറ്റിക്സ് ഞാൻ അദ്ദേഹത്തിന്റെ ഞാൻ പറയട്ടെ, ഞാൻ സ്റ്റാറ്റിക്സ് വെച്ച് സംസാരിക്കുന്നത്. ഇത്തരത്തിലൊരു സ്റ്റാറ്റിക്സ് പ്രഖ്യാപിക്കാൻ മുകേഷിനെ ഞാൻ വെല്ലുവിളിക്കുന്നില്ല. കാരണം അദ്ദേഹം താങ്കളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ആംഗ്യം കാണിക്കേണ്ടി വരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ശ്രീ നൗഷാദിനോട് ആവശ്യപ്പെടുന്നു. ഞാൻ നൗഷാദ് മറ്റൊന്നുകൂടെ ചേർത്ത് പറയാം. അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ 1748 കോടി രൂപയുടെ വികസനങ്ങൾ MLA കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. എന്ത് വികസനമാണ് MP നടത്തിയതെന്ന് ചോദിച്ചു. ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കണം, അപ്പോഴേ ഞങ്ങൾക്ക് മറുപടി പറയാനാവൂ. ഞാൻ അരുണിനെ കൂടി വെല്ലുവിളിക്കുന്നു, അരുണിനെ കൂടി ക്ഷണിക്കുന്നു. അരുണിന് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് 5-ാം തീയതി രാവിലെ ശ്രീ നൗഷാദിന്റെ വീട്ടിലേക്ക് പോകാം. ശ്രീ NK പ്രേമേന്ദ്രൻ ഈ മണ്ഡലത്തിൽ നടത്തിയുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് രേഖാമൂലം ഞാൻ അദ്ദേഹത്തിന് 11,148 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ രേഖാമൂലമുള്ള സംഭവം ഡോക്യുമെന്റ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാം. 11,000 കോടിയുടെ വികസന പദ്ധതിയാണ് കൊണ്ടുവന്നത് MP. നിങ്ങളുടെ 1,748 കോടിയല്ല, 11,000 കോടി എന്നാണ് ജ്യോതികുമാർ പറയുന്നത്. ഞാൻ താങ്കളെ അതിന് സാക്ഷിയാകാൻ ക്ഷണിക്കുന്നു. അദ്ദേഹം ഇവിടെ ചോദിച്ചപ്പോ ഞാൻ താങ്കളെ അതിന് സാക്ഷിയാകാൻ വിളിക്കുന്നു. ഇനി ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം, ശ്രീ പ്രേമേന്ദ്രൻ തന്നെ ഈ നിയോജക മണ്ഡലത്തിൽ MP എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും അദ്ദേഹത്തിന്റെ ഇടപെടലിനെ സംബന്ധിച്ചും ശ്രീ മുകേഷ് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ സംബന്ധിച്ചും ഒരു പരസ്യ സംവാദത്തിന് ശ്രീ വിളിച്ചു. അദ്ദേഹം ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. ഇനി BJP പറഞ്ഞുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെ താങ്കൾ ചോദിച്ചു ഓലയിൽ കടവ് പാലം അത് എങ്ങോട്ട് പോകുന്നപ്പോഴും നമുക്ക് അറിയത്തില്ല, അന്തരീക്ഷത്തിരിക്കുകയാണ്. 2.5 വർഷം കഴിയട്ടെ. 8 വർഷം കൊണ്ട് കഴിയാത്ത ഇനി 2 വർഷം കൊണ്ട് BJP പറഞ്ഞുള്ള മറുപടി വേണമല്ലോ. അദ്ദേഹം പറഞ്ഞത് 40 അതുകൊണ്ട് പെരുമൺകാവ് 40 സീറ്റില് കോൺഗ്രസ് ജയിക്കും, 400 സീറ്റ് ജയിക്കുമെന്നാണ്. ഇന്ത്യ തിളങ്ങുന്നു 2004 പറഞ്ഞിരുന്നു. അന്നത്തെ റിസൾട്ട് എന്തായാലും നമ്മൾ കണ്ടതാണ്. അത് മാത്രമേ ഞങ്ങൾക്ക് ജനങ്ങളിൽ വിശ്വാസമുണ്ട്. മറ്റൊന്നുകൂടി, പ്രേമേന്ദ്രനല്ല ഏത് ദേവേന്ദ്രൻ വന്നാലും BJP ജയിക്കുന്നതാണ്. എനിക്ക് പറയാനുള്ളത്, കൃഷ്ണകുമാറല്ല ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപ്പട്ടർ വന്നാലും ഇവിടെ പ്രേമേന്ദ്രനെ ജയിക്കത്തുള്ളൂ. മറുപടി നൗഷാദ് നോക്കൂ, 2 കാര്യങ്ങളിലുള്ള മറുപടി വേണം. ഒന്ന്, NK പ്രേമചന്ദ്രൻ കൊണ്ടുവന്ന 11,000 കോടിയുടെ വികസനത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ് ജ്യോതികുമാർ ചാമക്കാല. ഏറ്റെടുക്കുന്നുണ്ടോ താങ്കൾ? തീർച്ചയായും ഏറ്റെടുക്കുന്നു. എന്റെ അരുണെ 10 വർഷം പൂർത്തിയാക്കി, ഇനിയും 5-ാം തീയതി ആവട്ടെ എന്നാണ് പറയുന്നത്. അത് ശരിയാണല്ലോ. എന്താ 5-ാം തീയതി നിലവിൽ ഒറ്റ വാചകത്തിൽ എന്തിനാണ് 5-ാം തീയതി? നാളെ വിളിച്ചൂടെ? അപ്പൊ ഞങ്ങളുടെ വികസന നേട്ടങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ടല്ലോ. ആ പ്രതീക്ഷകൾ 5-ാം തീയതി നാളെ വിളിച്ചൂടെ? 11,000 കോടി. ഞാൻ ഇതിന്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ചുള്ള രൂപരേഖ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. 10 വർഷത്തെ വികസന രേഖ അല്ലല്ലോ. എന്റെ സംശയമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണോ ഇത് കാണിക്കേണ്ടത്? കേട്ടോളൂ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ വികസന രേഖയെ സംബന്ധിച്ചുള്ള ഉദ്ഘാടനം പ്രകാശനം 5-ാം തീയതി പറഞ്ഞത് ഈ ഏപ്രിൽ 5 അല്ലേ?
ആ 4-ാം തീയതി ഏപ്രിൽ 5 സാർ. 4-ാം തീയതി ഞാൻ ഉദ്ദേശിച്ചത് മെയ് 5 തീയതിയാണ്. 4-ാം തീയതി. ഏപ്രിൽ 5 4-ാം തീയതി. സാവകാശം കൊടുക്കാം നൗഷാദ്. സാവകാശം കൊടുക്കാം 4-ാം തീയതി അത് നൗഷാദ്. പ്രസിദ്ധീകരിക്കുകയാണ്. ശരി, ശരി. ശ്രീ ഇത് മറുപടി. പ്രതിപക്ഷ നേതാവ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നൗഷാദിന്റെ ഊഴം. നിങ്ങള് ആ സമയം കൃത്യമായി വിഭജിക്കും. കൃത്യമായി വിഭജിക്കും. അത് കൃത്യമായിട്ടല്ല ഇതുവരെ പറഞ്ഞോളൂ. എനിക്ക് ശ്രീ പ്രേമചന്ദ്രൻ അദ്ദേഹം പ്രസ്താവിച്ചത് എന്തായി എന്നൊന്ന് പറയണം. അതില് അദ്ദേഹം വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. നമ്മളത് കേട്ടിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ചത് ഒന്ന്, കൊട്ടിയം, ചാത്തന്നൂർ, പാരിപ്പള്ളി, ചവറ ജംഗ്ഷനുകളിൽ എലിവേറ്റഡ് ഫ്ലൈ ഓവർ. മങ്ങാട് ജംഗ്ഷനിൽ 2ാം അടിപ്പാത എവിടെ സാർ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അത് നിർദ്ദേശമായിരിക്കും. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. 2ാം അടിപ്പാത വരുന്നു. 2, കൊല്ലം മിനിക്കോയി കപ്പൽ സ്വപ്നം വീണ്ടും സ്വപ്നമാണ്. അതെ, വീണ്ടും നടത്തുമെന്നാണ്. ഇതുവരെ പോർട്ടിന് ഈ മികച്ച പാർലമെന്റേറിയൻ പ്രധാനമന്ത്രിയുമായിട്ട് ചാപ്പാട്. പക്ഷെ കൊല്ലത്ത് ഇതുവരെ അതിന് തുറമുഖത്തിന് അനുമതി നേടിയെടുക്കാൻ ഈ മികച്ച പാർലമെന്റേറിയൻ പ്രധാനമന്ത്രിയുടെ ബന്ധുവോ അല്ല സുഹൃത്തുമായിട്ടുള്ള ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടത് അതാണ്. ജനങ്ങൾക്ക് വേണ്ടത് അതാണ്. ആശ്രാമം ESI സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് 88.21 കോടിയുടെ പദ്ധതി എവിടെ? ഇനി നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ അർബുദ രോഗ ചികിത്സയ്ക്ക് പ്രത്യേക പദ്ധതി എവിടെ? അതായത് ഈ വാഗ്ദാനം 3 പതിറ്റാണ്ട് പിന്നിടുന്ന ദേശീയ ജലപാതയുടെ പൂർത്തീകരണവും അഷ്ടമുടിക്കായലിന്റെ പാരിസ്ഥിതിക പുനരുദ്ധാരണവും എവിടെ? കശുവണ്ടി വ്യവസായ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര നടപടി എന്ത് ചെയ്തു? ഒന്നും നടന്നില്ലെന്നാണ് പറയുന്നത് നൗഷാദ്. നിങ്ങൾക്ക് ഒന്നും നടന്നില്ല. ഒന്നും നടന്നില്ല. അവരോട് ഇപ്പൊ പ്രതികരിക്കല്ലേ നൗഷാദ്? ഇതൊന്നും നടന്നില്ല എന്നാണോ? കൊല്ലം ഹൃദയഭാഗത്ത് 16 ഏക്കർ സ്ഥലം അനാഥമായി കിടക്കുന്നുണ്ട് സാർ. ഇവിടെ നാനോ ടെക്സ്റ്റൈൽ ടെക്നോളജി ഗവേഷണ കേന്ദ്രവും ടെക്സ്റ്റൈൽ പാർക്കും സ്ഥാപിക്കണം. ഇത് ഇദ്ദേഹം ആവശ്യപ്പെട്ടു. അവിടെ നടത്തിയെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടില്ല. അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നടത്തിയെന്ന് അവകാശപ്പെട്ടിട്ടില്ല. പ്രസംഗങ്ങളും പ്രസ്താവനകളും മാത്രമാണ്. പ്രേമചന്ദ്രന്റെ സ്വപ്നങ്ങൾ മാത്രമാണിത് എന്നാണ്. അത്രേ ഉള്ളൂ. 2, അതായത് യാഥാർത്ഥ്യമല്ല. ദേശീയപാത വികസനം. ഞാൻ പറഞ്ഞ സാധാരണഗതിയിൽ ഞാൻ ഒരു ജനപ്രതിനിധിയാണ്. സാധാരണഗതിയിൽ പുതിയൊരു പ്രോജക്റ്റ് വരുമ്പോ അതിന്റെ അലൈൻമെന്റ് ആദ്യം കാണുക ജനപ്രതിനിധികളാണ്. ആ അലൈൻമെന്റ് നോക്കിയിട്ടാണ് ഇവിടെ ഇപ്പൊ ദേശീയപാത, നമ്മുടെ നാഷണൽ ഹൈവേ, ആ നാഷണൽ ഹൈവേയിൽ എവിടാണ് അടിപ്പാത വേണ്ടത്, എവിടാണ് സർവീസ് റോഡ് വേണ്ടത്, എവിടാണ് എലിവേറ്റഡ് വേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഉദ്യോഗസ്ഥ തലത്തിൽ നിർദ്ദേശം കൊടുത്ത് അത് അലൈൻമെന്റ് ഫൈനലൈസ് ചെയ്തിട്ടാണല്ലോ സാർ DPR തയ്യാറാക്കേണ്ടത്. DPR തയ്യാറാക്കേണ്ട സമയത്താണ് യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾ ഇടപെടേണ്ടത്. അവിടെ ഇടപെട്ടിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ ഇവിടെ ദേശീയപാതയുടെ പണി തുടങ്ങിയതിനു ശേഷമാണ് കുഴിപ്പുഴ, മങ്ങാട്, കൊട്ടിയം, അയത്തിൽ, പാരിപ്പള്ളി ഇവിടെ എല്ലാം സമരം ചെയ്യാൻ ഇദ്ദേഹം പോകുന്നു. അതാണോ സമയത്ത് ഇടപെട്ടിട്ടേ ഇല്ല. തിരിച്ച് അല്ല, ഇദ്ദേഹം നാട്ടിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് ശ്യാംകുമാർ പറഞ്ഞു. ഇന്ത്യയിൽ ഇന്ന് ദാരിദ്ര്യ രേഖയിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ് ശ്യാം സാറേ? ഇതാണോ മോദിയുടെ 111ാം സ്ഥാനത്തേക്ക് ഇന്ത്യയെ എത്തിച്ചതാണോ മോദിയുടെ ഗ്യാരണ്ടി? അതുപോലെ മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി നടത്തും, അതാണോ മോദിയുടെ ഗ്യാരണ്ടി? 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കും, എവിടെ? ഗ്യാസ് കൊടുക്കും, എവിടെ?
ഇതൊന്നും തന്നെ നടത്താതെ തള്ളിന് യാതൊരു പക്ഷേ കുറവുമില്ല. തിരിച്ചൊരു ചോദ്യം കൂടിയുണ്ട്. നിങ്ങൾ തള്ളിക്കോളൂ, ശ്രീ നൗഷാദ്, അതിന് യാതൊരു ശ്രീ നൗഷാദ്, വിഷമവുമില്ല.